പ്രതികളെ തൊട്ടപ്പുറത്തുള്ള ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ കേസിലെ 15 പ്രതികളും കുറ്റക്കാരാണ്. 1 മുതൽ 12 വരെ പ്രതികൾ നേരിട്ട് കൊലപാതകത്തിലും ഗൂഢാലോചനയിലും പങ്കെടുത്തു. 13 മുതൽ 15 വരെയുള്ള പ്രതികൾ എല്ലാ സഹായവും കുറ്റവാളികൾക്ക് ചെയ്തു നൽകി. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് നേരെ കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അത് തെളിഞ്ഞിരിക്കുന്നുണ്ട്. സംശയലേശമന്യേ അത് തെളിഞ്ഞിരിക്കുകയാണ്. ബാക്കി 7 പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. അതുകൊണ്ട് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അല്പസമയത്തിനകം തന്നെ പ്രോസിക്യൂഷന്റെ പ്രതികരണം ഉൾപ്പെടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബിനിലും രഘുനാഥുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളം തന്നെ ഞെട്ടിത്തരിച്ച ഇരട്ട കൊലപാതകങ്ങൾ ഒന്നിന്റെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിന്റെ വിധി പ്രസ്താവമാണ് ഇപ്പോൾ മാവേലിക്കര കോടതിയിൽ നടന്നിരിക്കുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസൻ വിധിയുമായി ബന്ധപ്പെട്ട് നീതി നടപ്പായെന്നുള്ള പ്രകാശ് ജാവദേക്കറിന്റെ പ്രതികരണവും വരുന്നുണ്ട്. ബിനിലേക്ക് കൂടി പോവുകയാണ്. ബിനിൽ, ഈ വിധി പ്രസ്താവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ്? പ്രതികളെ ജയിലിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. 15 പ്രതികളാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലുള്ളത്. ആ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. പോലീസും പ്രോസിക്യൂഷനും ഒക്കെ മുന്നോട്ട് വെച്ച എല്ലാ തെളിവുകളും ആ 15 പ്രതികൾക്കെതിരെയുള്ള കുറ്റം തെളിയാൻ സഹായിച്ചിട്ടുണ്ട്. ബിനിലേക്ക് പോവുകയാണ്. ബിനിൽ, ഈ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഈ പ്രോസിക്യൂഷൻ ഉൾപ്പെടെ മുന്നോട്ട് വെച്ച എല്ലാ തെളിവുകളും ഈ പ്രതികൾക്കെതിരെയുള്ള കുറ്റം തെളിയുന്നതിന് സഹായകമായി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? വിധി പ്രസ്താവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ അന്വേഷണത്തിൽ 15 പ്രതികളെയും കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്രയും പ്രമാദമായ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ മുഴുവൻ പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുക എന്നത് തന്നെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ദിവസങ്ങൾ നീണ്ടു തന്നിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇതിന് പിന്നിലുള്ളത്. വലിയ ആസൂത്രണം നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നതും ഒക്കെ ഈ കേസിന്റെ ഭാഗമായിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിൽ വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു അന്വേഷണത്തിൽ ഈ പോലീസ് കോടതിക്ക് മുന്നിലേക്ക് എത്തിച്ച മുഴുവൻ പ്രതികളും കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവരിൽ ശിക്ഷാ പ്രഖ്യാപനത്തിലേക്ക് പോകുക എന്നത് ഈ കേസിന്റെ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ ആലപ്പുഴ ഡിവൈഎസ്പി ആണ് ഈ കേസിന്റെ അന്വേഷണം നടത്തിയത്. ഡിവൈഎസ്പി ആയിരുന്ന ജയരാജാണ്. സ്വാഭാവികമായും അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും ഒക്കെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മുഹൂർത്തം തന്നെയാണിതിൽ. ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മുഹൂർത്തം തന്നെയാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്നത് ഇതിന്റെ ആസൂത്രണവും അതിന്റെ നടപ്പാക്കിയ രീതിയും ഒക്കെ തന്നെയാണ്. കാരണം ഒരു കൊലപാതകമുണ്ടായി മണിക്കൂറുകൾക്കകം ആലപ്പുഴ നഗരത്തിനകത്ത് തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകുക. പോലീസിന്റെ കൃത്യമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഡ്യൂട്ടി ചേഞ്ചിങ് സമയം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പുലർച്ചെ പോലീസിന്റെ ശ്രദ്ധ കുറവായിരിക്കുമെന്ന ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ഒരു കൊലപാതകം. അങ്ങനെ നമ്മൾ ഈ കൊലപാതകത്തെ വളരെ സസൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ ആസൂത്രണ പാഠവും ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായി തന്നെ കണ്ടുകൊണ്ട് പരമാവധി ശിക്ഷയിലേക്ക് പോകണം എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. കാരണം ഇതിന് പിന്നിൽ ഒരു ട്രെയിൻഡ് ഗ്യാങ് ഉണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ അവരുടെ കണ്ടെത്തലായി തന്നെയുള്ളത്. കാരണം ഈ ഇത്തരത്തിൽ ഒരു കൊലപാതകം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ, അതായത് പോപ്പുലർ ഫ്രണ്ടിനെ പ്രവർത്തകരെ ആരെയെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ സജ്ജരായി ഒരു സംവിധാനം തന്നെ ഉണ്ടാക്കി വയ്ക്കുകയും ആ സംവിധാനത്തിന് ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യണമെന്ന് നേരത്തെ തന്നെ അവർ കരുതി വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ഒരു കൊലപാതകം എന്നതാണ് ഇതിനെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ റൂട്ട് മാപ്പുകളും സ്കെച്ചുകളും ഒക്കെ തയ്യാറാക്കി വെച്ച് നടത്തിയ ഒരു കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രെയിൻഡ് ഗ്യാങ് ഇതിന് പിന്നിലുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു ആക്രമണം എന്ന് തന്നെയാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികളടക്കം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിലേക്ക് പോയപ്പോൾ ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസും അതോടൊപ്പം തന്നെ പാലക്കാട്ടെ കൊലപാതക കേസും ഒക്കെ തന്നെ അതിന്റെ ഒരു ഭാഗമാക്കിയവർ മാറ്റുകയൊക്കെ തന്നെ
തന്നെ ചെയ്തത്. സ്വാഭാവികമായും ഈ കേസിൽ പ്രതികൾ മുഴുവനായും ശിക്ഷിക്കപ്പെടുന്നു എന്നത് പ്രധാനമാണ്. രാഷ്ട്രീയമായും അതിന് ചില പ്രാധാന്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിധി പ്രസ്താവമാണ് ഇപ്പോൾ മാവേലിക്കര കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. കേസിലെ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനി തിങ്കളാഴ്ചയാണ് ശിക്ഷാ പ്രഖ്യാപനം. ആ ശിക്ഷാ പ്രഖ്യാപനത്തിലേക്ക് പോകുമ്പോൾ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ഉണ്ടാകും. പ്രതികൾ ഓരോരുത്തർക്കും മേൽ വന്നിരിക്കുന്ന കുറ്റങ്ങളിൽ അവർക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നതായിരിക്കും പ്രോസിക്യൂഷൻ വാദിക്കുക. അതിന് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഘടകങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതായത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം, അതോടൊപ്പം തന്നെ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം, ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു കൊലപാതകം, അതോടൊപ്പം ഇത് രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീടിനുള്ളിൽ കടന്നു കയറി അദ്ദേഹത്തിന്റെ അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും ബന്ധുക്കളുടെയും മുന്നിലിട്ട് അതിക്രൂരമായി നടത്തിയിരിക്കുന്ന ഒരു കൊലപാതകം, കൂടം കൊണ്ട് തലയടിച്ച് തകർത്ത ശേഷം ശരീരമാസകലം വെട്ടിപ്പരിക്കേൽപ്പിച്ച് നടത്തിയിരിക്കുന്ന കൊലപാതകം, അങ്ങനെ സമാനതകളില്ലാത്ത ഒരു കൊലപാതകം എന്നത് തന്നെയാണ് പ്രോസിക്യൂഷന്റെ കേസ്. തിങ്കളാഴ്ച ഇതിൽ വിധി പ്രസ്താവം, അതായത് ശിക്ഷാ പ്രഖ്യാപനത്തിലേക്ക് കോടതി പോകുമ്പോൾ പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങൾക്കൊപ്പം തന്നെ പ്രതിഭാഗത്തിന് എന്ത് പറയാനുണ്ട് എന്ന് കൂടി കോടതി കേൾക്കും. സ്വാഭാവികമായും പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതോടുകൂടി തന്നെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ കുറച്ച് കിട്ടുക എന്നൊരു നിലപാടിലേക്ക്, അത്തരത്തിലൊരു വാദങ്ങളിലേക്ക് മാത്രമേ പ്രതിഭാഗത്തിന് പോകാൻ കഴിയൂ. പരമാവധി ശിക്ഷ നൽകണമെന്ന ആവശ്യത്തെ അവർ കോടതിയിൽ എതിർക്കും. ഒരു നിമിഷം